ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങളേവ. ഇന്ത്യൻ മതേതരത്വം രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തുക എന്നതിനേക്കാളുപരി മതസമത്വത്തിന് പ്രാധാന്യം നൽകുന്നു. ഇന്ത്യൻ മതേതരത്വം രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തുക എന്നതിനേക്കാളുപരി മതസമത്വത്തിന് പ്രാധാന്യം നൽകുന്നു. പാശ്ചാത്യ മതേതരത്വം രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തുന്നു. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ഇന്ത്യൻ മതേതരത്വം രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തുക എന്നതിനേക്കാൾ ഉപരി മതസമത്വത്തിന് പ്രാധാന്യം നൽകുന്നു. പാശ്ചാത്യ മതേതരത്വം രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തുന്നു. രണ്ടാമത്തെ വ്യത്യാസം, ഇന്ത്യൻ മതേതരത്വത്തിൽ വ്യക്തികളുടെ മതസ്വാതന്ത്ര്യത്തോടൊപ്പം ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇന്ത്യൻ മതേതരത്വത്തിൽ വ്യക്തികളുടെ മതസ്വാതന്ത്ര്യത്തിനൊപ്പം ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. പാശ്ചാത്യ മതേതരത്വത്തിൽ മതത്തെ വ്യക്തിപരമായി ഒരു വിഷയമായി കണക്കാക്കുന്നു. പാശ്ചാത്യ മതേതരത്വത്തിൽ മതത്തെ വ്യക്തിപരമായി ഒരു വിഷയമായി കണക്കാക്കുന്നു. ഇന്ത്യൻ മതേതരത്വം മതപരിഷ്കരണം അനുവദിക്കുന്നു. ഇന്ത്യൻ മതേതരത്വം മതപരിഷ്കരണം അനുവദിക്കുന്നു. പാശ്ചാത്യ മതേതരത്വം രാഷ്ട്ര പിന്തുണയോടുള്ള മതപരിഷ്കരണം അനുവദിക്കുന്നില്ല. പാശ്ചാത്യ മതേതരത്വത്തിൽ രാഷ്ട്ര പിന്തുണയോടുള്ള മതപരിഷ്കരണം അനുവദിക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ മൂന്നെണ്ണമാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വമുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ ഇവയൊക്കെയാണ്. ഒരിക്കൽ കൂടി നോക്കാം. ഇന്ത്യൻ മതേതരത്വം രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തുക എന്നതിനേക്കാളുപരി മതസമത്വത്തിന് പ്രാധാന്യം നൽകുന്നു. ഒന്നാമത്, മതസമത്വത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ഇന്ത്യൻ മതേതരത്വം. പാശ്ചാത്യ മതേതരത്വം രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തുന്നു. ഇന്ത്യൻ മതേതരത്വം വ്യക്തികളുടെ മതസ്വാതന്ത്ര്യത്തോടൊപ്പം ന്യൂനപക്ഷ അവകാശങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. ഇന്ത്യൻ മതേതരത്വം വ്യക്തികളുടെ മതസ്വാതന്ത്ര്യത്തിനൊപ്പം തന്നെ ന്യൂനപക്ഷ അവകാശങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. പാശ്ചാത്യ മതേതരത്വം മതത്തെ വ്യക്തിപരമായി ഒരു വിഷയമായി കണക്കാക്കുന്നു. മതം അവർക്ക് ഒരു വിഷയമാണ്. അപ്പോൾ മതത്തെ വ്യക്തിപരമായി ഒരു വിഷയമായി കണക്കാക്കുന്നു. മൂന്നാമത്തത് വലിയൊരു പ്രത്യേകതയാണ്, ഇന്ത്യൻ മതേതരത്വം മതപരിഷ്കരണം അനുവദിക്കുന്നു. ഇന്ത്യൻ മതേതരത്വം മതപരിഷ്കരണം അനുവദിക്കുന്നു. പാശ്ചാത്യ മതേതരത്വം രാഷ്ട്ര പിന്തുണയോടെയുള്ള മതപരിഷ്കരണം അനുവദിക്കുന്നില്ല. രാഷ്ട്രത്തിൻ്റെ സപ്പോർട്ടില്ല. അപ്പോൾ രാഷ്ട്ര പിന്തുണയോടുള്ള മതപരിഷ്കരണം പാശ്ചാത്യ മതേതരത്വം അനുവദിക്കുന്നില്ല. ഒരിക്കൽ കൂടി നോക്കാം. ഇന്ത്യൻ മതേതരത്വം രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തുക എന്നതിനേക്കാളുപരി മതസമത്വത്തിന് പ്രാധാന്യമില്ല. മതസമത്വത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ഇന്ത്യൻ മതേതരത്വം. പാശ്ചാത്യ മതേതരത്വം രാഷ്ട്രത്തെയും മതത്തെയും വേർപെടുത്തുന്നു. ഇന്ത്യൻ മതേതരത്തിൽ വ്യക്തികളുടെ മതസ്വാതന്ത്ര്യത്തിനൊപ്പം ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. പാശ്ചാത്യ മതേതരത്തിൽ മതത്തെ വ്യക്തിപരമായി ഒരു വിഷയമായി കണക്കാക്കുന്നു. ഇന്ത്യൻ മതേതരത്വത്തിൽ മതപരിഷ്കരണം അനുവദിക്കുന്നു. പാശ്ചാത്യ മതേതരത്വത്തിൽ രാഷ്ട്ര പിന്തുണയോടുള്ള മതപരിഷ്കരണം അനുവദിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിൽ മതപരിഷ്കരണം അനുവദിക്കുന്നു. പാശ്ചാത്യ മതേതരത്വത്തിൽ രാഷ്ട്ര പിന്തുണയുള്ള രാഷ്ട്രം അനുവദിക്കുന്ന ഒരു മതപരിഷ്കരണം അനുവദിക്കുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ.